പൂർണ്ണമായിട്ടും നശിപ്പിക്കുക എന്ന വ്യക്തമായ പദ്ധതിയോടെയാണ് ഇപ്പോൾ ട്രംപ് ഇസ്രായേലിന്റെ സഹായത്തോടു കൂടി തന്നെ ഇറാനിൽ ആക്രമണം നടത്തുന്നത്. ഇറാനിലെ ജനങ്ങളുടെ ഉള്ളിലേക്ക് വിഷം കുത്തി നിറച്ചുകൊണ്ട് ഖമേനിയുടെ അന്ത്യം കുറിക്കാനുള്ള തന്ത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്തിയെന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ ട്രംപ് പങ്കുവച്ചിരിക്കുകയാണ്. നിങ്ങൾ അമേരിക്കയുടെ അതിശക്തമായ പിന്തുണയാണ് ഇവിടെ നൽകാൻ ഒരുങ്ങുന്നത്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ സമയം അടുത്തിരിക്കുന്നു. സുരക്ഷിതരായി തന്നെ ഇരിക്കുക. നിങ്ങളുടെ വീട് വിട്ട് പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങുന്നത് വളരെ അപകടകരമാണ്. എല്ലായിടത്തും ബോംബുകൾ വീഴും. വർഷങ്ങളായി തന്നെ നിങ്ങൾ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് ഒരിക്കൽ പോലും ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുന്ന ഒരു പ്രസിഡന്റാണ് താൻ എന്നതാണ് ട്രംപ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാരിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഇറാനിയൻ ജനതയോട് വലിയ രീതിയിൽ ആഹ്വാനമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇറാനിലെ ഭരണമാറ്റം ഞങ്ങളുടെ അന്തിമ ലക്ഷ്യമാണ് എന്നും ഞങ്ങൾ അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നു. തലമുറകൾക്കുള്ള നിങ്ങളുടെ ഒരേ ഒരു അവസരമായിരിക്കും ഇതെന്നാണ് ഇറാനിലെ ജനങ്ങളോടായി തന്നെ ട്രംപ് ഇവിടെ ആഹ്വാനം നടത്തിയിരിക്കുന്നത്. അതേസമയം ഹൈഫ ഉൾപ്പെടെ തന്നെ ഇസ്രായേലിലെ നിരവധി നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി തന്നെ ഇവിടെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ആക്രമണത്തെ തുടർന്ന് ജെറുസലേം, ടെൽ അവീവ് എന്നിവ ഉൾപ്പെടെ തന്നെ പ്രധാന ഇസ്രായേലി നഗരങ്ങൾ അവിടെ സെൻസറുകൾ മുഴങ്ങിയതായും വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുക്കുവാനുള്ള സാധ്യതയെക്കുറിച്ച് പൊതുജനങ്ങളെ സജ്ജരാക്കുന്നതിനാണ് അവിടെ വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങിയതെന്നതാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അധികൃതർ സ്ഥിതിഗതികൾ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചതിനാൽ തന്നെ താമസക്കാരോട് ജാഗ്രത പാലിക്കുവാനും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുവാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും ആദ്യ തരംഗം വിക്ഷേപിച്ചുകൊണ്ടാണ് ഇവിടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തൊടുത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ IRGC ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UAE-ലെയും അബുദാബിയിലെയും ബഹ്റിനിലെയും ഖത്തറിലെയും ഒക്കെ തന്നെ സൈനിക താവളങ്ങൾക്ക് US-ന്റെ സൈനിക താവളങ്ങൾക്ക് നേരെ അവിടെ ഇറാന്റെ മിസൈലുകൾ പതിച്ചതായി തന്നെ സൂചിപ്പിക്കുന്നു. ബഹ്റിനിലെ ജുഫൈർ മേഖലയിലെ US നാവിക താവളത്തിൽ നിന്ന് പുക ഉയരുന്നതായി കണ്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആണവ ചർച്ചയെ ചൊല്ലി സംഘർഷം രൂക്ഷമായിരിക്കെ തന്നെ US സഹായത്തോടെ ഇസ്രായേൽ ഇറാന്റെ തലസ്ഥാനത്താണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ തന്നെ ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചു എന്ന് ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കി. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈലുകളാകട്ടെ ഇസ്രായേലിന് നേരെ വരുന്ന അവിടെ വലിയ രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതും ഇതേ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അപായ സൈറനുകൾ മുഴങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും അബുദാബിയിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിനിടെ തന്നെ ഒരാൾ കൊല്ലപ്പെട്ടതായി UAE ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമൈനിയുടെ ഓഫീസുകൾക്ക് സമീപമാണ് ആദ്യ ആക്രമണം നടന്നത്. അത് മാത്രമല്ല വലിയ രീതിയിൽ അദ്ദേഹത്തെ സുരക്ഷിതമായ താവളങ്ങളിലേക്ക് മാറ്റിയതായി തന്നെ ഇറാനിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. US-മായുള്ള സംഘർഷം വർദ്ധിച്ചതിനെ തുടർന്ന് കുറച്ച് ദിവസങ്ങളായി തന്നെ അയത്തുള്ള അലി ഖമേനി ആകട്ടെ പൊതുവേദികളിൽ പോലും പ്രത്യക്ഷപ്പെടാതെ അദ്ദേഹം വലിയ രീതിയിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയിൽ ഒരു കരാറിലെത്താൻ സമ്മർദ്ദം ചെലുത്തുന്നതായി തന്നെ മേഖലയിൽ വൻതോതിൽ യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും US വിന്യസിപ്പിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.